friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീ ടൈം കേക്ക് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട് കേക്ക് ആണ് ട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഓവനോ അല്ലെങ്കിൽ മൈദയൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലൊക്കെ ഉള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെക്കാം. എന്നിട്ട് മുട്ട നല്ലതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് ഓയിലും അതുപോലെ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒത്തിരി മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വീതം എടുക്കാം. എന്നിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മിക്സായിട്ട് മുട്ടയിൽ മിക്സായി വരണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒരു 1/4 കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഒരു 4 ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ഉണക്കമുന്തിരി, ബ്ലാക്കും അതുപോലെ ഗോൾഡൻ കളറും പിന്നെ കാഷ്നട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്തയോ അല്ലെങ്കിൽ ബദാമോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് സൈഡിലും താഴ്ഭാഗത്തുമായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ട് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കടായി 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കടായി 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിന് നടുവിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് നമ്മുടെ കേക്ക് ട്രേ അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിൽ ട്രേ വെച്ചാൽ മതി കേട്ടോ, കേക്ക് ട്രേ വെച്ചാൽ മതി. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 30-35 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുക്കറിലായാലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുക്കർ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 30 മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇപ്പോൾ നമ്മുടെ 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്കൊക്കെ അത്യാവശ്യം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ടില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കുത്തി നോക്കാം. അപ്പോൾ സൈഡിലൊക്കെ കുത്തി നോക്കി കഴിഞ്ഞാൽ അവിടെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം. അപ്പോൾ കുത്തി നോക്കുമ്പോൾ ഇതുപോലെ ക്ലിയർ ആയിട്ടാണ് സ്റ്റിക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കേക്ക് ഫുള്ളായി റെഡി ആയിട്ടോ. ഇനി നന്നായി തണുത്തതിന് ശേഷം വേണം അത് പ്ലേറ്റിലോട്ട് മാറ്റാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട് കേക്ക് റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സ്പോഞ്ചി ആണെന്നുള്ളത്. ഇത് നമുക്കിനി സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തോ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.